സാർ പോയി നോക്കടോ എവന്റെ അമ്മയ്ക്ക് അന്ത്യകുദാശ കൊടുക്കാൻ ഇത്ര തിരക്കായതെന്ന്. എത്ര ഉണ്ട്? 15. ഇടമറ്റത്ത് കുഞ്ഞുഞ്ഞിന്റെ അല്ലയോടോ തടി? അതെ സാർ. കാട്ടിലെ തടി കുഞ്ഞുഞ്ഞിന്റെ ആന. എടോ ഈ ഇടമറ്റത്ത് കുഞ്ഞുഞ്ഞ് അങ്ങേറെ കുഞ്ഞുനാളി കാട്ടിൽ കയറി തൈവെച്ച് വെള്ളം ഒഴിച്ച് വളർത്തി വലുതാക്കിയൊന്നും അല്ലല്ലോ ഈ ലോറിയുടെ നെഞ്ചത്ത് കയറ്റി വെച്ചേക്കുന്നേ, ആണോ? അല്ല സാർ. അപ്പൊ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കാശിൽ നിന്ന് നേരെ ചൊവ്വേ ഒരു തുക ഈ പാവപ്പെട്ട പോലീസുകാരുടെ വെൽഫെയറിന് വേണ്ടി ചെലവാക്കാൻ പറയടോ കുഞ്ഞുഞ്ഞിനോട്. 15,000 ഉലുവ. ലോറിയും തടിയും താൻ അങ്ങോട്ട് മാറ്റിയിട്. എന്നിട്ട് കുഞ്ഞുഞ്ഞു മുതലാളിയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറ. ആരാടോ? ബാംഗ്ലൂരിൽ നിന്നൊരു വെക്കേഷൻ ട്രിപ്പ് വരുന്ന പിള്ളേരാ. അപ്പൊ അവിടെ കാത്തു കിടന്ന് സമയം കളയണ്ടല്ലോ എന്ന് കരുതി അവര്. ഓ അത്രയ്ക്ക് തിരക്കാന്നോ? എന്നാ പൗലോത്തൊരു കാര്യം ചെയ്യും, പിള്ളേരോട് പറ വണ്ടി തിരിച്ചോളാൻ. എന്നിട്ട് കുമിളി റൂട്ടിൽ കയറി വിട്ടോളാൻ പറ. ഒരു 10-20 കിലോമീറ്റർ വളവാന്നേ ഉള്ളൂ, പെട്ടെന്നങ്ങ് ചെല്ല. അല്ല സാർ, അതാ ഉമ്മച്ചന്റെ അനിയനും കൂട്ടുകാരുവാ. സാറിന് അങ്ങനെ അറിയാഞ്ഞിട്ടാ. ഉമ്മച്ചൻ ഇവിടുത്തെ ഒരു ഏത് തൊമ്മിച്ചനായാലും താൻ ചെന്ന് പറ, ഞാൻ പറഞ്ഞു. ഞാനൊന്ന് പോയി സംസാരിക്കട്ടെ ആളോട്. ഓ ഒരു കാര്യമില്ല, അങ്ങേര് പറഞ്ഞതാ. മക്കളൊരു കാര്യം ചെയ്, വണ്ടി തിരിച്ചോ. സാറേ, വാവച്ചന്റെ വണ്ടിയാ, ഇരിട്ടി വാവച്ചൻ. സോളമന്റെ അമ്മയെ കിട്ടി നായരോ? താക്കോല് തടാ. ഇവനെ പൊക്കിക്കോ, വണ്ടി ഞാൻ എടുത്തോളാം. ബാക്കിയുള്ളവരോടൊക്കെ പോയിക്കോളാം പറ. സാറേ, ബാവച്ചൻ വന്നു. വരണം, ഇല്ലെങ്കിൽ വരുത്തും സോളമൻ. എന്റെ പൊന്ന് സാറേ, ഇച്ചിരി കഞ്ചാവ് കടത്തി, ഇച്ചിരി ചന്ദനമുട്ടി വെറ്റും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാ സാറേ ഈ കാണുന്നൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. ഇപ്പൊ പഴയ പോലെ അങ്ങനെ വലിയ ലാഭമൊന്നുമില്ല സാറേ. സാർ ഇപ്പൊ പിടിച്ചിട്ടിരിക്കുന്ന വണ്ടിക്കകത്ത് നേരായിട്ട് ഞാൻ പറയാം, സാർ ഉദ്ദേശിച്ചത് തന്നെയാ, നീലച്ചടനാ. പക്ഷെ എന്റെ പൊന്ന് സാറേ, ഇതങ്ങ് മലബാറിൽ എത്തിച്ചാ എന്നാ കിട്ടുന്ന? കിട്ടുന്ന ഉലുവയുടെ കണക്ക് ഞാൻ പറയാം. വണ്ടിയിലുള്ള കഞ്ചാവിന്റെ മൊത്തം കണക്കെടുത്താ കുറഞ്ഞത് 2 കിൻഡൽ വരും. ഞാൻ കുഴഞ്ഞു. കിലോയ്ക്ക് മിനിമം 10,000 വെച്ച് ലാഭം കിട്ടിയ അത് കിട്ടും നീലയല്ലയോ? 10,000 ഗുണം 2 കിൻഡൽ 20 ലക്ഷം. ഞാൻ വിട്ടു, വാവത്തിന് ചരക്ക് വിട്ടിടണം. അതിനിപ്പോ സാറിന് എന്നാ വേണ്ടത്? ലാഭത്തിൽ പകുതി. അയ്യോ, അത് ഇത്തിരി കൂടി പോയല്ലേ സാറേ? ഒരൊറ്റ പൈസ കൂടുതലില്ല, ഒട്ടും കുറയേയില്ല. ഉറപ്പാണോ? സോളമന് 2 വാക്കില്ലടോ. എന്നാ സോളമൻ സാറ് കേട്ടോ, വാവത്തിന് രണ്ടാമതൊരു വാക്ക് കൂടി ഉണ്ട്. ഞാനൊന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? എങ്കിലാ ചരക്കങ്ങ് സോളമൻ എടുക്കും. എന്നിട്ട് അത് വിറ്റേച്ച് പകുതി ലാഭം തനിക്ക് ഇങ്ങോട്ട് എത്തിച്ചേ. സാറേ, ഇത് വാവച്ചന്റെ തട്ട. ഇവിടെ കയറി വന്നിട്ട് ഒരുത്തനും ഗുണവധികാരത്ത് നിന്നിട്ടില്ല, നിന്നങ്ങോട്ട് വിടുകയില്ല. അതുകൊണ്ട് സാറേ, വണ്ടിയുടെ താക്കോല് വെച്ചിട്ട് പോ. ഇല്ലെങ്കിൽ നീ എന്നെ അങ്ങ് അണ്ണാക്കി കേറ്റോടാ റാസ്കൽ. കേറ്റോടാ കള്ള കഴുകയുടെ പോലെ. നീ എന്റെ മാനം കാത്തടാ പോലെ. കേട്ടോ ബാപ്പച്ചി, 6-ാം മൈലിൽ സ്കോഡുകാർ ചെക്ക് പോസ്റ്റ് ഇട്ടെന്ന് കേട്ടപ്പോഴേ എന്റെ നല്ല പ്രാണൻ അങ്ങ് പോയി. സംഗതി ഒറ്റ, ഒരു വഴിയില്ല കർത്താവെന്ന് വിചാരിച്ചിരിക്കുമ്പോ ഈ സോളമൻ സാറിന്റെ തലച്ചോറാ. 1-ാം വളവിന്റെ അടുത്തൊരു ചെക്കിങ് വണ്ടി പിടുത്തം. മരിച്ചാലും മറക്കുകയല്ലേ സാറേ? പറഞ്ഞോ സാറിന് എന്നാ ഈ വാവച്ചൻ ചെയ്തു തരേണ്ടത്? പറഞ്ഞോ. അവന്മാര് വണ്ടി പിടിച്ചിരുന്നാലേ എന്റെ 2 കിൻഡൽ കഞ്ചാവങ്ങ് പോകും. പിന്നെ 2004 മോഡലൊരു വണ്ടി, ദിവാറിന് വേണ്ടി കുറച്ച് കാശും.
അതൊക്കെ വാവച്ചന് പുല്ല. പക്ഷേ പേദൂഷ്യം ഉണ്ടാക്കിയ പിന്നെ എനിക്ക് നാട്ടിൽ കാലുകുത്താൻ ഒക്കുകയില്ല. എന്റെ അപ്പൻ അവധക്കുട്ടിയുടെ വിചാരം ഞാൻ ഇവിടെ മലഞ്ചരക്കിന്റെ അവധി വ്യാപാരം നടത്തുക. ഇതെങ്ങാനും അറിഞ്ഞ ഒരു തൂമ്പായി എടുത്തു വന്നിട്ട്, എടാ മോനെ നീ നേരെ പറമ്പിലോട്ട് വിട്ടോളാന്ന് പറയും അപ്പൻ. തന്തമാരുടെ കാര്യം കള. ഇതിനകത്തൊരു ഒറ്റിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ വാവച്ചൻ. എന്നതാ? അതിലോട്ടാ വരുന്നത്. സാറൂടെ വന്നപ്പോഴേ കേട്ട് കാണും. ഒരു ഉമ്മച്ചൻ, പഴയ MLA, ചത്തുപോയ പ്ലാന്റ് ചാക്കോടെ മോൻ. അവനുമായിട്ടുള്ള എന്റെ ഈ പൊരുത്തു തുടങ്ങിയിട്ട് കൊല്ലം കുറെ ആയി. ഉമ്മച്ചൻ ഞാൻ കേട്ടു. പക്ഷെ അയാൾക്ക് കഞ്ചാവുണ്ടോ? നേരിട്ടല്ലെങ്കിലും ചില ഒത്തുകച്ചവടമൊക്കെ ഉണ്ട്. പോളിറ്റിക്സ് അല്ലയോ, ഇല്ലാണ്ട് പറ്റുകയല്ലോ. പക്ഷെ ഇന്നത്തെ കളി അത് വേറെയാ. അരമനയിൽ നിന്നലെ പിതാവ് വിളിച്ചായിരുന്നു. പിതാവിന്റെ മധ്യസ്ഥതയിൽ ഒരു കോംപ്രമൈസ്. ഇലക്ഷനിൽ നാള് കുറച്ചല്ലേ ഉള്ളൂ. നാളെ ആ അരമനെ ചെല്ലാവെന്ന് വെച്ചിരിക്കുന്നേ. ഇന്ന് എന്റെ ഒരു ലോഡെങ്ങാനും അകത്ത് പോയിരുന്നെങ്കിൽ നാളെ അവന്റെ മുമ്പിൽ ഞാനൊന്ന് കുനിയേണ്ടി വന്നേനെ. അവനൊന്നും ഞെളിയാനും. വെൽക്കം സർ. ഹേമാനെ കാണാതായപ്പോ ഞങ്ങൾ അങ്ങ് തുടങ്ങി. മാസാവസാനം അല്ലയോ? സർക്കാരിന്റെ ഖജനാവ് പറ്റാതിരിക്കണമെങ്കിൽ അതിന് ഞങ്ങൾ പോലീസുകാരെ വിചാരിക്കണം. സണ്ണി ആയിരിക്കുന്ന അവനല്ലയോ നമ്മുടെ വണ്ടി തിരിച്ചുവിടാൻ പറഞ്ഞ സബ് ഇൻസ്പെക്ടർ? ആണെന്ന് തോന്നുന്നു. അതാരാ ഗുരുച്ച പോലീസുകാരൻ? അത് സോളമൻ, സബ് ഇൻസ്പെക്ടർ സോളമൻ. സബ് ഇൻസ്പെക്ടർ സോളമൻ എന്ന് പറഞ്ഞാൽ സബ് ഇൻസ്പെക്ടർ സോളമൻ എന്നല്ലോ, കിങ് സോളമൻ എന്നല്ലോ. ഹലോ സബ് ഇൻസ്പെക്ടർ. ആ എന്തോന്നാടാ പേര് പറഞ്ഞേ? ഓ സോളമൻ. ഞാനൊന്ന് പരിചയപ്പെടാൻ വന്നതാ. ഐ ആം ഡെന്നിസ്. അങ്ങനെ ആന്ന് പറഞ്ഞ് കൊച്ചാക്കല്ലേ. ഞാൻ ഡെന്നിസ്, പ്ലാന്റർ ചാക്കോച്ചന്റെ ഇളയ മോൻ, ex-MLA ഉമ്മച്ചന്റെ ബ്രദർ. അതിന്റെ ഒരു റെസ്പെക്ട് എനിക്ക് തരണം സബ് ഇൻസ്പെക്ടർ സോളമൻ. അനിയൻ പോയിട്ട് പിന്നെ വാ. ഞാനൊരല്പം തിരക്കിലാണ്. പിന്നീട് വരാൻ ഒക്കത്തില്ല. തന്നെക്കാളും തിരക്കില്ല ഞാൻ. ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ കൂടെ കൊണ്ടുവന്ന ഈ പിള്ളേരുടെ മുമ്പില് ഞാൻ തീരെ അങ്ങ് കൊച്ചായി പോയല്ലോ സോളമ. ഇവന്മാരുടെ ഇടയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇമേജും അന്തസ്സൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് താൻ ഇല്ലാതാക്കി കളഞ്ഞ്. അത് താനങ്ങനെ കോമ്പൻസേറ്റ് ചെയ്ത് പറഞ്ഞു. കയ്യെടുക്കടാ. സ്റ്റൈലാക്കല്ലേ. സോളമൻ സാർ എണീറ്റ് എന്റെ കൂടെ ടേബിൾ വരെ വാ. ടെന്നീസ് ആരാന്ന് അവന്മാർക്കൊന്ന് ബോധ്യപ്പെടണ്ടായോ? പ്ലാന്റർ ചാക്കോച്ചന്റെ മോനും ഉമ്മച്ചന്റെ അനിയനും ഒക്കെ നിന്റെ കുടുംബത്തിൽ മതി. വെളിയിൽ ഇറക്കിയാലുണ്ടല്ലോ ചവിട്ടി പരിപ്പ് ഞാൻ എടുക്കും. റാസ്കൽ.
ഉമ്മച്ചൻ സാറേ, ഉപദേശിക്കുകയാണെന്ന് തോന്നരുത്. ക്ലബിൽ പോകുന്നതോ മദ്യപിക്കുന്നതോ ഒന്നും ഒരു തെറ്റല്ല. ക്ലബും മദ്യമൊക്കെ പിന്നെ എന്നാത്തിനാ? പിന്നെ ഒരു പോലീസുകാരന്റെ ദേഹത്ത് കൈവയ്ക്കുക എന്ന് പറഞ്ഞാ അതും ഒരു തെറ്റല്ല. പ്രത്യേകിച്ച് പ്ലാന്റർ ചാക്കോച്ചന്റെ മോൻ ഉമ്മച്ചന്റെ അനിയൻ. പക്ഷെ എന്റെ ഈ സോളമന്റെ ദേഹത്ത് തൊട്ട ഏത് കോപ്പന്റെ മോനായാലും കൊള്ളാം, അനിയനായാലും കൊള്ളാം, പരുപ്പ് ഞാൻ എടുക്കും. അതിന്റെ പേരിൽ ഉമ്മച്ചനൊന്നും തോന്നരുത് കേട്ടോ. പൗലോസേ, ആ പിള്ളേരെ ഇറക്കി വിട്ടേര്. പോയിക്കോ. അടുത്ത വെക്കേഷൻ വരുമ്പോ മുൻകൂട്ടി അറിയിച്ചേക്കണം. ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഞാൻ ഒരുങ്ങിയിരുന്നോളാം. നീ വണ്ടിയിലോട്ട് കയറി, ഞാനെത്തി. സോളമ, ഞാനിവിടുത്തെ XMLA ഭരണകക്ഷിയുടെ നേതാവാന്നൊക്കെ വിട്ടേക്ക്. ചത്തുപോയ എൻ്റെ അപ്പൻ പ്ലാന്റർ ചാക്കോച്ചന്റെ പേരും വേണ്ട. പക്ഷെ നീ കൈവച്ചത് ഉമ്മച്ചന്റെ അനിയന്റെ മേല. നിന്റെ കൈ കൊണ്ട് അവന്റെ ദേഹത്ത് പൊടിഞ്ഞ ചോര എന്റെ സ്വന്തം ചോരയാ. അതിന്റെ കണക്ക് നീ പറയേണ്ടി വരും. നിന്നെ കൊണ്ട് പറയിക്കും ഞാൻ. ഉമ്മച്ച, ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. ഞാൻ ഇവിടുത്തെ സബ് ഇൻസ്പെക്ടറും. താനാണെങ്കിൽ ഞാൻ കസ്റ്റഡിയിലെടുത്തൊരു പ്രതിയെ ജാമ്യത്തിലെടുക്കാൻ വന്നു ഒരുത്തൻ. സോളമ എന്ന തന്റെ ആദ്യത്തെ വിളിക്ക് തന്നെ കിട്ടിയനെ മോനെ. അടിനാഭിക്കിട്ട ആദ്യത്തെ തൊഴി സാറേ എന്ന് വിളിക്കണം. സബ് ഇൻസ്പെക്ടർ സാറേ എന്ന്. മനസ്സിലായോ? പിന്നെ അവന്റെ ദേഹത്തുനിന്ന് പൊടിഞ്ഞ നിന്റെ ചോരയുടെ കാര്യം. ചോര ആരാന്റെ ആണേലും അവനവന്റെ ആണേലും ഉമ്മച്ച സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചില്ലേ തറ തൂവിപ്പോവും. ചോരയാന്നേ ഒരിക്കൽ തറയെ വീണു പോയാൽ രണ്ടാമത് കോരിയെടുത്ത് ഞരമ്പേൽ ഒഴിക്കാൻ ഒക്കത്തില്ല. അതോർത്തിരുന്നാ മതി. പ്ലാന്റർ ചാക്കോച്ചിയുടെ മക്കള് രണ്ടും. എന്നാ ഉമ്മച്ചൻ ചെല്ല്, ഞാൻ വിളിച്ചോളാം. പൗലോച്ച, ആരേലും വിട്ടൊരു ചായ തരാൻ പറ. തോമാവെന്ന് പറഞ്ഞത് കേട്ടപ്പോ നീ വരത്തില്ലെന്നാ ഞാൻ വിചാരിച്ചേ. ആ, വരണ്ടെന്ന് തന്നെ ഞാനും വിചാരിച്ചത്. പിന്നെ ആ വിചാരം അങ്ങ് മാറാൻ എന്നതാടാ കാര്യം? ഒറ്റ തവണ കൂടി ആവാന്ന് വിചാരിച്ചു. അതും കളരിമുറ്റത്തേക്കില്ല, ഇവിടെ പള്ളി വരെ ഉള്ളൂ. ആ, ഈ ഒറ്റ തവണ കൂടി മതിയാവൂ. അടുത്ത തവണ വരികയാണെങ്കിൽ തന്നെ എന്നെ ശാസിക്കാനോ ഗുണദോഷിക്കാനോ ഞാനുണ്ടായെന്ന് വരത്തില്ല. തോമാച്ചനെ ഞാൻ പറഞ്ഞയച്ചത് ഞാനും കൂടെ ട്രസ്റ്റിയായിട്ട് നടത്തുന്ന ഒരു ചാരിറ്റി ഫണ്ടിൻ്റെ കാര്യം ഞാൻ മുമ്പൊരിക്കൽ നിന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താന്ന് വെച്ചാൽ ഫണ്ടിലേക്കുള്ള വരവ് തീരെ കുറവാണ്. കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഹാർട്ട് ഡിസീസായിട്ട് കഴിയുന്ന ആമിന എന്നൊരു കൊച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ കുറച്ച് തുക സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പാവപ്പെട്ട വീട്ടിലെ കൊച്ച. വലിയൊരു തുക ചിലവുള്ള കാര്യമാണ്. ഈ ആമിന കൊച്ചിൻ്റെ കാര്യം നീ ഏറ്റെടുക്കണം. അതിനിപ്പോ എന്റെ കയ്യിൽ എവിടുന്നാച്ചോ വലിയ നിക്ഷേപം ഇരിക്കുന്നത്. ഇപ്പൊ എന്നെ കൊണ്ട് ഒന്നും നോക്കുകയല്ല. പിന്നെ എപ്പോഴേലും ആവട്ടെ, ഞാൻ നോക്കാം. എടാ മോനെ, ഇതെനിക്ക് സിമിത്രിയിലിട്ട് പോകുമ്പം കിഴി കെട്ടി കൂടെ കൊണ്ടുപോകാനല്ല. കണ്ടവനെയൊക്കെ പറ്റിച്ചും പിടിച്ചു പറിച്ച് നീ ഉണ്ടാക്കുന്ന കാശിൽ നിന്നുക ഏതെങ്കിലും നല്ല കാര്യത്തിന് ഉപകാരപ്പെടുമെങ്കിൽ അതിന്റെ ഒരു പുണ്യം നിനക്ക് കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാ. ഇനി അതേ കയറി തൂങ്ങണ്ട. എന്നെ കൊണ്ട് പറ്റുന്ന എന്നാന്ന് വെച്ചാൽ ഞാൻ എത്തിച്ചേക്കാം. അതിന് കിഴി കെട്ടി സിമിത്തേരിയിലോട്ട് എടുക്കുവോ കുഴിച്ചിട്ട് മുളപ്പിക്കുവോ എന്നതാന്ന് വെച്ചാ ചെയ്. പക്ഷെ ഇത് പറയാൻ വേണ്ടി മാത്രം എന്നെ ഇത്രയും ദൂരം വണ്ടി ഓടിപ്പിച്ച് ഇതുവരെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. നിന്നെ ഇങ്ങോട്ട് വരുത്തിയത് ഇത് പറയാൻ വേണ്ടി മാത്രമല്ല. 2 ദിവസം മുമ്പ് ആ പെങ്കൊച്ചുങ്ങൾ ഇവിടെ വന്നായിരുന്നു. അതുങ്ങളുടെ കണ്ണീര് കണ്ട് സഹിക്കാഞ്ഞിട്ടാ. സോളമ 2 വയറ്റിൽ പിറന്നതാണെങ്കിലും അതുങ്ങൾ നിന്റെ പെങ്ങന്മാരല്ലാണ്ട് വരികയില്ലല്ലോ. 2 ആഴ്ചയായിട്ട് കട്ടിലേന്ന് എഴുന്നേറ്റിട്ടില്ല നിന്റെ അമ്മ. ഇനി എഴുന്നേക്കുമെന്നും തോന്നുന്നില്ല. ആയ കാലത്ത് ഒരുപാട് പാപങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അത് നിന്നെപ്പോലെ തന്നെ എനിക്കും അറിയാം. പക്ഷേ ഒരു പാപം മറ്റൊരു പാപത്തിനുള്ള പരിഹാരമാകുന്നില്ലല്ലോ കുഞ്ഞെ.
അച്ഛൻ കാര്യം പറ. ഞാനിപ്പോ എന്നാ വേണമെന്ന്? കളരിമുറ്റത്തെ വീട്ടിൽ ചെന്ന മനുഷ്യനെ ഒന്ന് കാണണം. ശരി, കാണാം. പക്ഷെ അങ്ങേര് ചത്തുപോയെന്ന് പറയാൻ പോലും ഇനിയൊരു തവണ അച്ഛൻ ആളെ വിടരുത്. അതിന് പകരമാണ് ഈ കാണലെന്ന് ഞാനങ്ങ് വിചാരിച്ചോളാം. എന്ത് വേണമെന്ന് അച്ഛൻ തന്നെ പറ.